ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പെർലശ്ശേരിയാണ്. പെർലശ്ശേരി നമ്മൾ വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ലംബോർഗിനി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല വൈറലായിട്ടുള്ള ഒരു വണ്ടിയാണ്. ആ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേച്ചർ DC വീഡിയോ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഉണ്ടാക്കിയ ആളെ ആദ്യം സ്വാഗതം ചെയ്യാം. സരി അല്ലേ? സരി. എന്താ ചെയ്യുന്നത്? ടാറ്റു സ്റ്റുഡിയോ. ടാറ്റു സ്റ്റുഡിയോ. ഒരു വർഷം എടുത്തല്ലേ ഇത് ഉണ്ടാക്കാൻ? ഒരു വർഷം എടുത്തു. അപ്പോൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയല്ലാണ് ഇതിന്റെ ആശയം വന്നത്, കാര്യങ്ങളൊക്കെ. ഇത് വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറുതില് മിനിയേച്ചേഴ്സ് ഉണ്ടാക്കി തുടങ്ങി. അതിൻ്റെ അകത്ത് പിന്നെ വലിയ വണ്ടി ആക്കി ഇങ്ങനെ ബൈക്കിലേക്ക് വന്ന്, പിന്നെ അത് കാറിലേക്ക് വന്ന്. ബൈക്കും ചെയ്തിട്ടുണ്ടല്ലേ? ബൈക്ക് ചെയ്തത് ജസ്റ്റ് ആൾട്രേഷൻ എത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വണ്ടി, ഈ ഒരു മോഡൽ സെലക്ട് ചെയ്യാൻ കാരണം, അതായത് ഈ ലംബോർഗിനി തന്നെ വേറെ കുറെ മോഡൽസ് വരുന്നുണ്ട്. മോഡൽസ് ഉണ്ട്. ലംബോർഗിനിന്റെ ഈ മോഡൽ എന്ന് പറയുന്നത് ലംബോർഗിനി അവന്റഡോർ എന്ന് പറയുന്ന മോഡലാ. ഇതിന്റെ തന്നെ ഹുറേക്ക എന്ന് പറയുന്ന മോഡല് ചെയ്തിട്ടുണ്ട്. നമ്മളെ എറണാകുളത്തും കോട്ടയത്തും അങ്ങനെയുള്ള രണ്ട് പുള്ളിക്കാർ ഹുറേക്ക എന്ന് പറയുന്ന മോഡൽ ചെയ്യുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയില്ല. ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്നത് കേരളത്തില് ഫസ്റ്റ് ഹാൻഡ് മെയ്ഡ് ഇത് അവന്റഡോർ ഇതാണ്. അതുപോലെ തന്നെ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ വിശ്വസിക്കാതെ, കാരണം നാനോ ഒന്നാണ് ഇത് ഉണ്ടാക്കിയത്. ആരും വിശ്വസിക്കില്ല. എന്തുകൊണ്ട് നാനോ സെലക്ട് ചെയ്തത്? നാനോ സെലക്ട് ചെയ്യാൻ കാരണം വെച്ചാൽ നാനോന്റെ റിയർ വീലാണ്. റിയർ വീലുമാണ് ബാക്ക് മാത്രമാണ് എഞ്ചിനും വരുന്നത്. അതുകൊണ്ടാണ് മുന്നേ ഞാൻ ഒമിനിന്റെ അകത്ത് ചെയ്യേണ്ട പ്ലാനാണ്. ഒമിനിന്റെ നമ്മൾ സിറ്റിങ്ങിന്റെ ഈ ഒരു പോർഷനിലാണ് എഞ്ചിൻ വരുന്നത്. പക്ഷെ അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നാനോന്റെ അകത്തേക്ക് കയറുന്നത്. ആദ്യം പ്ലാൻ ചെയ്ത് നോക്കിയിട്ട് മാറ്റിയതാണ്. ഇല്ല, ഞാനിങ്ങനെ പ്ലാനിങ് മനസ്സിലുണ്ടായിരുന്നത് നാനോ ഒമിനിയും ആയിരുന്നു. പിന്നെ അപ്പൊ ഒമിനിയാണെങ്കിൽ കുറച്ചുകൂടി പവർഫുൾ ആവുമായിരുന്നു. കാരണം ഇതിന്റെ അകത്ത് ഹൗസിംഗിന്റെ അകത്ത് വരുന്നത് ബാക്ക് വീൽ എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് ഡയറക്റ്റ് എഞ്ചിന്റെ അകത്ത് ഇത് വരുന്നതാണ്. പിന്നെ ഈ ബഡ്ജറ്റിന്റെ കാര്യങ്ങള്, ബഡ്ജറ്റ് ഇപ്പം നിലവിൽ 3.5 lakhs സംതിങ്. കറക്റ്റ് അറിയില്ല. നാനോ ഒന്ന് യൂസ്ഡ് എടുക്കുകയാണോ? നാനോ ഞാൻ യൂസ്ഡ് ആയിട്ട് സ്ക്രാപ്പ് കണ്ടീഷനിൽ എടുത്തതാണ്. സ്ക്രാപ്പ് തന്നെ യൂസ്ഡ് കണ്ടീഷൻ ആയിട്ട് എടുത്തതാണ്. ഒരു പൈപ്പോടുകൂടി എടുത്തതാണ്. അതിനുശേഷം പൈപ്പിന്റെ ഡേറ്റ് കഴിഞ്ഞപ്പോ അത് സ്ക്രാപ്ഡ് ആക്കി എന്നിട്ട് എഞ്ചിൻ വെച്ചിട്ട് ബാക്കിയുള്ളത് ഹാൻഡ് മെയ്ഡ് ചെയ്തു. അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. നമുക്ക് മുൻഭാഗത്ത് ഇതിന്റെ മിനിയേച്ചർ വെച്ചിട്ടാണോ ചെയ്തു പോയത്? മിനിയേച്ചർ ഇവിടെ ഉണ്ട്. ഇതായിരുന്നില്ല മിനിയേച്ചർ. ഇത്ര വലുതാണല്ലേ? ചെറുതാണ് ഏറ്റവും. ഇതിന്റെ ഡോറൊക്കെ തുറവല്ലേ? അപ്പൊ ഈ ഒരു മോഡലിനാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്. ഒരു ചെറിയൊരു ഡിസൈൻ. അപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഇതിന്റെ സെയിം അല്ല. ഞാൻ ജസ്റ്റ് ഔട്ട്ലുക്ക് മാത്രമേ ഇങ്ങനെ വേണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ട് നിർമ്മിച്ചത്. ഉള്ളില് വേറെ വണ്ടിയുടെ പാസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് മുൻഭാഗത്ത് തുടങ്ങുവാണെങ്കിൽ ഇതിന്റെ ബമ്പർ മെറ്റലാണോ ഫൈബർ ഗ്ലാസ്? ഇവിടെ മുതൽ ഇവിടെ ഫ്രണ്ടിലെ ഈ പോർഷൻ ഫുള്ള് ഫൈബറാ. അതായത് ഫൈബർ ഗ്ലാസ് സ്വന്തമായിട്ട് കോമൺ അല്ല. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ കോമൺ അല്ല, ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ അറിയുന്നില്ല ആൾക്കാരും. ആരെല്ലോ ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലാണ്ട് ബമ്പറിന്റെ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്ന ടീംസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ട്. മറ്റേ ട്രാവലർ അതിന്റെ ഒക്കെ ബമ്പേഴ്സും കാര്യങ്ങളും സ്കേർട്ട് ഒക്കെ ചെയ്യുന്ന ടോയ്സും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഹെഡ്ലൈറ്റ് ഏതാണ്? ഹെഡ്ലൈറ്റ് ഇതിന്റെ പ്രൊജക്ടർ വരുന്നത് ബലേനോന്റേതാണ്. ഈ ഒരു പ്രൊജക്ടർ വരുന്നത്. ബാക്കിയൊക്കെ ഹാൻഡ് മെയ്ഡ്. DRL കാര്യങ്ങളൊക്കെ ഹാൻഡ് മെയ്ഡ്. ഇത് DRL നമ്മുടെ സാധാരണ പ്രൊഫൈൽ ലൈറ്റിന്റെ സാധനങ്ങൾ ആഡ് ചെയ്തു. പ്രൊഫൈൽ ലൈറ്റിന്റെ അകത്ത് അത് കേസ് ഇത് വരുന്നതാണ്. അതല്ല, ഇതിന്റെ അകത്ത് ഇത് അക്രിലിക് ഷീറ്റ് എന്ന് പറയും. അക്രിലിക് ഷീറ്റ് കട്ട് ചെയ്തിട്ട്. അപ്പൊ ഇതിൽ DRL മൾട്ടി കളർ ആണോ അല്ലേ വൈറ്റ് ആണോ? മൾട്ടി കളറാണ്. അതായത് ഇൻഡിക്കേറ്ററും പാർക്ക് ലൈറ്റും അതിന്റെ അകത്ത് തന്നെ വരുന്നത്. രണ്ടും കൂടെ വെളിച്ചം ഷോ മാത്രമാണോ അല്ലെങ്കിൽ രാത്രി? അങ്ങനെയല്ല, രാത്രി ഓടാനുള്ള ഭാഗത്തിനുള്ള സാധാരണ നോർമലി ഉള്ള ലൈറ്റ്. റണ്ണിങ് ടൈപ്പ് ഒക്കെ ആണല്ലേ? സീക്വൻഷ്യൽ ടൈപ്പ് ഒക്കെ ആണ്. അതുപോലെ അതിന്റെ അകത്ത് തന്നെയാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. ഇൻഡിക്കേറ്റർ സൈഡിലും ബാക്കിലും സൈഡിലേക്ക് വരുന്നുണ്ട് അല്ലേ? പിന്നെ ഇതുണ്ടല്ലേ, ഗോസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ? അണ്ടർബോഡി ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ടല്ലേ? റെഡ് അടിയിൽ ഫുൾ റെഡ് ലൈറ്റ് ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബോണറ്റിന്റെ ഉള്ളിൽ കാണുവാണെങ്കിൽ ഒന്നുമില്ല, കാലിയാണ്. ഫ്രെയിംസ്
മെയിൻ ആയിട്ട് സ്ട്രക്ചർ ഇതിലാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? വെൽഡിംഗ് ഒക്കെ അറിയോ? അപ്പൊ വെൽഡിംഗ് ഒക്കെ ഇതിന്റെ അകത്ത് തന്നെ ചെയ്ത് പഠിച്ചു. മുന്നേ ആർക്ക് വെൽഡ് ചെയ്യുമായിരുന്നു. ഗ്യാസ് വെൽഡ് അതിന് ശേഷം എടുത്ത മോഡി വർക്ക് ചെയ്യുന്ന സമയത്താണ് ഗ്യാസ് വെൽഡ് എടുത്തത്. ഗ്യാസ് വെൽഡിന്റെ മെഷീൻ റെന്റ് എടുത്തു അല്ല, സ്വന്തമായിട്ട് വാങ്ങിച്ചോ? ഇതിനു വേണ്ടി. അപ്പൊ ഇത് പിന്നെ ഈ ഒരു വണ്ടി വൈഡാക്കുന്ന കാര്യത്തിൽ, അതായത് നാനോ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു നാനോ എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ നാനോ ഉള്ളൂ, ഇത്രയും നാനോ ഉള്ളൂ. ബാക്കി ഒക്കെ GI വൈഡാക്കി ലോവർ അപ്പർ ഒക്കെ ഹാൻഡ് മെയ്ഡ് ചെയ്തു. ഓട്ടോമൊബൈലും അറിയോ? ഇല്ല, ഒന്നും പഠിച്ചില്ല. എല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്ത് പഠിച്ചെടുത്തു. നമ്മളിതിന്റെ ഹെഡ്ലൈറ്റും ബമ്പറും എല്ലാം പറഞ്ഞു. ഇനി ഇതിന്റെ വിൻഷീൽഡ്, ഇത് അക്രിലിക് ഷീറ്റാണ്. അക്രിലിക് ഷീറ്റ്, അതായത് ഇത്രയും വലിയൊരു ഗ്ലാസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അക്രിലിക് അവൈലബിൾ ആണ്. പക്ഷെ ഇത് ഇങ്ങനെ ഒരു കർവോട് കൂടി മേക്ക് ചെയ്തെടുക്കാൻ കോസ്റ്റ്ലി ആണ്. അതുപോലെ നമുക്ക് ഇവിടെ ഇല്ല, പുറത്ത് കൊണ്ടൊരു ഷേപ്പ് അതൊക്കെ ഭയങ്കര. കേരളത്തിലുണ്ട്, പക്ഷെ ബാംഗ്ലൂർ ബേസ് അങ്ങോട്ട് കറക്റ്റ് അങ്ങനെ അറിയില്ല. എന്നോട് കണ്ണൂർ ചോദിച്ചപ്പോ പറഞ്ഞ് ചെയ്യുന്നുണ്ട്, പക്ഷെ കട്ട് ചെയ്ത് തരാം, ബെൻഡ് ചെയ്ത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് തരാം, ഇത് ഒരു ചെറിയൊരു കർവ് ഉണ്ട്, ആ കർവ് ചെയ്ത് തരാൻ കഴിയില്ല. ഇതിങ്ങനെ ആ ഷേപ്പേ മാറും, ഫ്ലാറ്റ് ടൈപ്പ്. ഇതിന്റെ കൂളിംഗ് കൊടുത്തിട്ടുണ്ടല്ലേ? കൂളിംഗ് കൊടുത്തു. ഈ ഒരു അത് ഇതിന്റെ അകത്ത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിന്റെ അകത്തുള്ള ഏതൊരു ഫിലിമിന്റെ അകത്ത് ഇതുപോലെ റൂഫിലേക്ക് പോവാണെങ്കിൽ ഇത്രയും പോർഷൻ നാനോന്റെ ടോപ്പ് വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ ഇതിന്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, ഇത് ഓട്ടോമൊബൈൽ പഠിച്ചിട്ടില്ല, അതുപോലെ തന്നെ വെൽഡിംഗ് പഠിച്ചിട്ട് എല്ലാം ഇതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പെർഫെക്ഷൻ കുറവൊന്നും ഇതിലില്ല. കാരണം വെച്ചാൽ വെൽഡിങ്ങിന്റെ പാർട്സ് ഒക്കെ ആഡ് ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരു എന്താ പറയാ, നമ്മൾ ഈ അറിയാണ്ട് ചെയ്യുന്ന ഒരു ഫീൽ ഒന്നും കാണാനില്ല. പിന്നെ ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത കാര്യം എന്താ, ഈ ഒരു വണ്ടി ബിൽഡ് ചെയ്യാൻ സമയത്ത് മീൻസ് ടയർ വൈഡ് ആക്കലാണോ, അങ്ങനെ എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ? കുറച്ച് ബുദ്ധിമുട്ട് സാധനം സസ്പെൻഷൻ ആണോ? ഇല്ല, ബാക്ക് വീല് ചെയ്യുന്ന സമയത്ത് മൂന്നാമത്തെ അറ്റംപ്റ്റിലാണ് ഇത് എനിക്ക് കറക്റ്റ് ഹൈറ്റ് ആയത്. അത് ബാക്ക് വീല് വരുന്ന സമയത്ത് ബാക്ക് വീലിൽ യൂസ് ചെയ്തേക്കുന്ന ഷോക്ക് എന്ന് പറയുന്നത് ബൈക്കിന്റെ ഷോക്കുകളാണ് യൂസ് ചെയ്തേക്കുന്നത്. ബൈക്ക് രണ്ട് സൈഡിൽ, അതായത് ഒരു സൈഡിൽ 2 ഷോക്ക് വെച്ചിട്ടാണ്, 2 വെച്ചിട്ടാണ് 2 സൈഡിൽ ചെയ്തേക്കുന്നത്. അപ്പൊ അത് ഒന്ന് ഇവിടെയും അത് പറഞ്ഞു തരാനൊക്കെ ഞാൻ മനസ്സിലാകുന്നില്ല. അത് ചെയ്ത് വരുന്ന പൊസിഷൻ അല്ല, അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാലാണ് ഇതിന്റെ അകത്ത് ലോഡ് താങ്ങുക എന്നുള്ളത് മനസ്സിലാവാണ്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെയൊക്കെ സ്പ്രിംഗ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ സ്പ്രിംഗ് ഉണ്ടായിരുന്നു. പരീക്ഷിച്ച് സെറ്റാക്കി എടുത്തതാണ്. ഇതിലാണ് ഇതിന്റെ പിൻഭാഗ സസ്പെൻഷൻ. മുൻഭാഗ സസ്പെൻഷൻ ഫ്രണ്ടില് നാനോന്റെ തന്നെയാ കൊടുത്തത്. പക്ഷെ നാനോന്റെ അകത്തുനിന്ന് നെറ്റ് ബോൾട്ട് ഇടുന്ന സാധനം ക്ലാമ്പ് കുറച്ചുകൂടി മേലോട്ടേക്ക് വെൽഡ് ചെയ്തത്. ഇത് ഈ ഓവർ ആക്കണ്ടിട്ട് വൈഡാക്കുന്ന സമയത്ത് ഇല്ല, ആ GIന്റെ അകത്ത് പുറത്തേക്ക് ഇട്ടിട്ട് അതിന്റെ ഇത് ക്ലാമ്പ് ഇതിന്റെ GIന്റെ വില കൊടുക്കുക. മീൻസ് ഈ ഒരു പിന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ആക്സിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തു. ആക്സിലും കാര്യങ്ങളില്ല, ഇതിന്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന നെക്കിള്, അതായത് വീല് നിൽക്കുന്ന ഈ സാധനം നെക്കിള് എന്ന് പറയുന്നത് ആൾട്ടോന്റെതാ. അത് 4 വീലും ആൾട്ടോന്റെതാ യൂസ് ചെയ്തേക്കുന്നത്. ആൾട്ടോന്റെ ഫ്രണ്ട് വീലിന്റെതാ 4 വീലും ഫ്രണ്ടിലേക്ക്. അതിന്റെ അകത്ത് നാനോന്റെ എഞ്ചിന്റെ അകത്തുനിന്ന് ആൾട്ടോന്റെ നെക്കിളിന്റെ അകത്തേക്ക് വരെ ആൾട്ടോന്റെ ആക്സിലിന്റെ പോർഷനും നാനോന്റെ എഞ്ചിന്റെ ഇതിന്റെ ആക്സിലിന്റെ പോർഷനും കട്ട് ചെയ്തിട്ട് ജോയിന്റ് അടിച്ചു. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ജോയിന്റ് അടിച്ചു. അപ്പൊ ഇതിന്റെ വീൽ എത്ര സൈസ് ഇപ്പോൾ ഉള്ളത്? വീൽ ഇപ്പോൾ ഉള്ളത് 17 സൈസ്, 17 ഇഞ്ച് വീല്. 17 ഇതിന്റെ വീൽ അലോയ് സൈസ് ആണ് 17. ഡിസ്ക് ബ്രേക്ക് തന്നെയാണോ കൊടുത്തിട്ടുള്ളത്? 4 വീലും ഡിസ്ക് ബ്രേക്ക്. 4 ഡിസ്ക് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ഹാൻഡ് ബ്രേക്ക് ഇല്ല ഇതിന്. ഇല്ല, ഹാൻഡ് ബ്രേക്ക് കൊടുക്കാം. അപ്പൊ അതിന് അഡീഷണല് കോസ്റ്റ് നല്ല അഡീഷണല് കാലിപ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഹാൻഡ് ബ്രേക്കിലേക്ക് മാറ്റാം. അത് കുറച്ചൊരു പണിയുണ്ട്. അത് ഏകദേശം 3.5 ലക്ഷത്തോളം ഇതിനിപ്പോ ചെലവായിട്ടുണ്ട്. ഇപ്പൊ ചെലവായത് 3 ലക്ഷം. അപ്പൊ ഇനി നമുക്ക് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ക്യാരക്ടർ ലൈൻസ് എല്ലാം അതേപോലെ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അല്ലേ? ഈ ഒരു ഡയമെൻഷൻ ഒക്കെ എങ്ങനെ മെഷർ എടുത്ത് അതിൽ തന്നെ മെഷർ ചെയ്തു? അതിൽ തന്നെ ഇതായത് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് കാണുന്ന ഏകദേശം റേഷ്യോ വെച്ചിട്ട് സെറ്റ് ചെയ്തു. ഇതിന് വേറെ എന്തെങ്കിലും റെഫറൻസ് എടുത്തില്ല? മീൻസ് പുറമേയുള്ള ഏതെങ്കിലും വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും റെഫറൻസ് എടുത്തിട്ടുണ്ടോ? ഇല്ല, റെഫറൻസ് ഇമേജ് കിട്ടിയിട്ടില്ല. ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായി ഇതിന്റെ, അതായത് ബ്ലൂ പ്രിന്റ് കിട്ടുമോ എന്നുള്ളത് നോക്കിയിട്ടുണ്ടായി. നമ്മൾ ഒരുവിധ സാധനങ്ങളൊക്കെ ബ്ലൂ പ്രിന്റ് കിട്ടും പിൻട്രസ്റ്റില്, പക്ഷെ ഇതിന്റെ ബ്ലൂ പ്രിന്റ്
കിട്ടുന്നുണ്ട്, പക്ഷെ ഇതിന്റെ അളവുകൾ കിട്ടുന്നില്ല. മെഷർമെന്റ് റെഡി ഇത് പുറമേയുള്ള കുറെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്, ഇതേപോലെ മരത്തിൽ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മള് പൊതുവെ നമ്മള് കേരളത്തിലില്ലാന്നെല്ലാം പുറത്ത് നല്ലപോലെ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തേക്കുന്ന ഫൈബർ മാത്രമാണ്, അതായത് ഫൈബർ ഗ്ലാസ്സിലാണ് കൂടുതൽ ആൾക്കാർ ചെയ്തിട്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ഫ്രണ്ട് പോർഷൻ മാത്രം ഫൈബറിൽ എടുത്തിട്ട് ബാക്കി പോർഷൻ ഈ ഒരു പോർഷൻ മൊത്തം മെറ്റലാണ്. ഇതൊക്കെ മെറ്റലാണ്. ഇതൊന്നും ഹാൻഡ് മെയ്ഡ് ചെയ്താന്ന് പറയാൻ പറ്റില്ല, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ അളവ് നമ്മൾ എങ്ങനെ ഹാൻഡ് മെയ്ഡ് ചെറിയൊരു കുഴിയോ പൊട്ടിയിട്ടിട്ടുണ്ട്, കുറച്ച് മാത്രമല്ല കുറെ കിട്ടി. പിന്നെ ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുവാണെങ്കിൽ 4-5 ഇഞ്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് സെറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ഇവിടുന്ന് വീട്ടിൽ പുറത്തേക്ക് ഇറക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട്. അല്ല നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു അളവ് സെറ്റ് ചെയ്യാൻ വേണ്ടി സസ്പെൻഷൻ രണ്ടാമത് മാറ്റി ഇട്ടതാണ്. കാരണം ബോഡി വന്നു കേറി വരുന്ന സമയത്ത് ഇതിന്റെ ഇത് ഹൈറ്റ് കുറഞ്ഞു, രണ്ടാമത് ഞാൻ ഷോക്ക് മാറ്റി ഇട്ടതാണ്. നാനോ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഈ ഹൈറ്റ് ഉണ്ടാവും അല്ലേ? നാനോ അതവിടെ നാനോ അതെ ഹൈറ്റ് ഉണ്ട്. അപ്പൊ അതിന് ഇതിലേക്ക് കുറച്ചു. ഇതിന്റെ ഇപ്പോ നമ്മളെ ഈ ചെസ്റ്റ് നമുക്ക് ഇതിന്റെ ഡോർ ഒന്ന് തുറന്നു അല്ലേ? ഡോറ് ബട്ടർഫ്ലൈ ഡോർ സാധാരണ നോർമലി അതിന്റെ അകത്തുള്ള പോലെ സെയിം തന്നെ ഈ രീതിയിലാണ് ഇതിന്റെ ഡോർ വരുന്നത്. പിന്നെ മിറർ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മിറർ കൊടുത്തു. മിറർ ഇത് ആരോമലിന്റെ മിററാണ്. ആരോമൽ എന്ന് പറയുന്നത് നമ്മളെ കോട്ടയത്തൊരു ലംബോർഗിനി ഉണ്ടാക്കുന്നുണ്ട്. ആ പുള്ളിക്കാരന്റെ മിററാണ്. പുള്ളിക്കാരൻ 3D പ്രിന്റ് ചെയ്യുന്നുണ്ട് വീട്ടിലിരുന്നിട്ട്. അപ്പൊ പുള്ളിക്കാരനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ എന്റെ മിറർ തരാം, ഞാൻ വേറെ ഉണ്ടാക്കിക്കോളാം. പുള്ളിക്കാരന്റെ മിററാണ് ഇതിന് സപ്പോർട്ട് നല്ല രീതിയിൽ ഹെൽപ്പും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ബാക്കിയൊന്ന് ചുറ്റി കാണാം അല്ലെ? പിൻഭാഗത്ത് ഡിസൈൻ കൂടി ഒന്ന് കാണാം നമുക്ക്. ഇപ്പൊ ബാക്കിലേക്ക് പോകും. അപ്പൊ ഇനി നമുക്ക് ബാക്കിലത്തെ ലുക്ക് നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൈൽ ലാമ്പിന്റെ ഡിസൈൻ ഹാൻഡ് മെയ്ഡാ, ഫുള്ളി ഹാൻഡ് മെയ്ഡ്, ഫുൾ അക്രിലിക് ഷീറ്റ് തന്നെ. അക്രിലിക് ഷീറ്റ് തന്നെ. അപ്പൊ കളറ് സാധാരണ ഉള്ള പോലെ തന്നെ റെഡും ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, റിവേഴ്സ് ലൈറ്റ്, LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ ഇതൊക്കെ വർക്കിംഗ് കാണിച്ചത് ഗ്രില്ലൊക്കെ കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈലൻസർ ഈ ഒരു പോർഷൻ കൊടുത്തു. ഇതിന്റെ അടിയിലത്തെ റെഡ് വരുമ്പോൾ നല്ല രസമാണ് കാണാൻ. റെഡ് നേരത്തെ ഒരു ഗോസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പാർക്കിൽ അത് ഇത് പാർക്കിൽ അല്ലേ? ഇനി ഇൻഡിക്കേറ്റർ നല്ല ബ്രൈറ്റ് ആണ്. ബ്രേക്ക് ലൈറ്റ് സ്പോയിലറിനുള്ളിൽ ഇവിടെ മാത്രം താഴത്ത് ബ്രൈറ്റ് ആവും അല്ലേ? താഴത്ത് എക്സ്ട്രാ കൊടുത്തു. പാർക്കിംഗ് കൂടാണ്ട് പാർക്കിംഗ് ഇടുന്ന സമയത്ത് ബ്രേക്ക് ലൈറ്റിന്റെ സെപ്പറേറ്റ്. ശരിക്കും ഇവിടെ ഒന്നും ലൈറ്റ് വെച്ചൊന്നും അറിയുന്നില്ല. അപ്പൊ ഇതിന്റെ വയറ് ഇതിന്റെ ഉള്ളിലൂടെ കൊടുത്തു. അത് കുറച്ചിട്ട് കൊടുത്തു. കുഴപ്പമില്ല, കോംപ്രമൈസ് ചെയ്യാത്തതുകൊണ്ട് അതിന്റെ ഒരു പെർഫെക്ഷൻ ഉണ്ട് കാണാൻ. പിന്നെ ലംബോർഗിനിക്ക് വേറെ ഒരു ട്രാൻസ്ഫോമറിന്റെ ബാഡ്ജ് കൊടുത്തത്. ഇനി സൗണ്ട് ഒന്ന് കേട്ടാലോ? നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സെന്ററിലല്ലേ എക്സോസ്റ്റ് വരുന്നത്? എക്സോസ്റ്റ് സെന്ററിലാ. സൗണ്ട് കേട്ടോ, ഞാൻ പറയുന്നത് കേൾക്കൂല, അത്രക്ക് സൗണ്ട് കേട്ടോ. ഇതിന്റെ റിവേഴ്സ് സൈഡ് കൂടി കാണിച്ചു തരാം. റിവേഴ്സ് സൈഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. റിവേഴ്സ് സൈഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സെറ്റാട്ടോ. സൗണ്ട് ഹെവിയാണ്. സാധനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം അറിയും. അത്രക്കും അടിപൊളിയായിട്ട് സൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത ഒരു ഡൗട്ട്, ഈ നാനോന്റെ സൗണ്ട് ഈ ഒരു സൗണ്ടിലേക്ക് എങ്ങനെ എത്തിച്ചു? അത് അതിന്റെ സൈലൻസർ കട്ടേറ്റ് അഡീഷണലി സ്ട്രൈറ്റ് പൈപ്പ് കൊടുത്തു. അത് സ്ട്രൈറ്റ് ഇല്ല, അതിന്റെ ഇപ്പുറത്ത് ഒരു പീസും കഴിഞ്ഞിട്ടാണ് പൈപ്പ് എടുത്തിട്ട് അഡീഷണലി കൺവേർട്ടർ കഴിഞ്ഞിട്ടാണോ? അത് കൺവേർട്ടർ കഴിഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇതിന്റെ സൗണ്ടിനകത്ത് കുറച്ചുകൂടി ബാസ് കിട്ടേണ്ടിട്ട് ക്യാൻ അടിച്ചു കൊടുത്തു. കൊടുത്തു. അങ്ങനെയാണ് ബാസ് കിട്ടിയത്. ശരിക്കും ആ ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് നാനോ എന്ന് പറയില്ല. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരും പറയില്ല നാനോന്റെ എഞ്ചിൻ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നാനോ എന്ന് പറയുമ്പോൾ അത്ഭുതമാണ്. ഞാൻ റീല് കണ്ടുകൊണ്ടാണ് എനിക്ക് നാനോ എന്ന് മനസ്സിലായത്. അത് മനസ്സിലാവില്ല. ഇവിടെ എഞ്ചിൻ റൂം വരുന്നു. എഞ്ചിന്റെ ഇത് ഇവിടെ ഉണ്ടല്ലേ? ഇതിനൊക്കെ ഹൈഡ്രോളിക് കൊടുത്തിട്ടുണ്ടല്ലേ? ഹൈഡ്രോളിക് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തെ അല്ല, അത് വെച്ചതിന് ശേഷം അതിന്റെ എയർ ഔട്ട് ആയിട്ട് അത് താങ്ങാണ്ടായി. ഓ, അതങ്ങനെ തുറക്കുകയും ചെയ്തോണ്ടിരുന്നിട്ട്
അതുകൊണ്ടാണ് അറിയില്ല. അത് പെയിന്റ് അടിക്കുന്ന സമയത്ത് അതിന്റെ വല്ല പെയിന്റ് മാറിയോണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ സീല് പോയിട്ട് എയർ ഔട്ട് ആയി പോയി. ഇനിയിപ്പോ 2 ഷോക്ക് മാറ്റണം. ഇതിപ്പോ എഞ്ചിനും പെട്ടെന്ന് കാണുമ്പോൾ നാനോ ഒന്ന് മനസ്സിലാവുക. അതുവരെ നാനോ. ഇതിന് ശേഷം നിങ്ങൾ ഫ്രെയിമും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റ് ചെയ്യും അല്ലേ? ടാങ്ക് അവിടെ കൊടുത്തു. ടാങ്ക് ഇതിന്റെ അടിയിലായിരുന്നു. അത് മുകളിലേക്ക് അത് അവിടെ നിന്ന് എടുത്ത് കിട്ടും. അടിയിലായി കഴിഞ്ഞാൽ തട്ടുന്ന ഒരു പ്രശ്നം. തട്ടുന്ന വിഷയമല്ല, അത് സീറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ ബുദ്ധിമുട്ട്. സീറ്റിന്റെ അടിയിലാണ്. ബാക്കിലേക്കാണ്. അതിലൂടെ പുറത്തേക്കാണോ? പുറത്തേക്കാണോ? ഇതിന്റെ ഒരു പോർഷനിലോട്ട്. അപ്പൊ പുറമേയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾമോസ്റ്റ് കണ്ടു. നമുക്ക് ഇതിന്റെ ഉള്ളിൽ പറയാണ്ട് ലോക്ക് ഇവിടെ വരുന്നുണ്ട്. പുറത്ത് ലോക്ക് കൊടുത്തിട്ട് ഈ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. സ്പാർക്ക് ടൈപ്പാണ്. സീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തത് ഇവിടുന്ന് കാണില്ല, നമുക്ക് ഉള്ളിൽ കയറി കാണാം. അതുപോലെ തന്നെ ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത് ഹോണ്ട സിറ്റി അല്ലേ? ഇന്റീരിയർ ഡാഷ് കൊടുത്തിരിക്കുന്നത് ഹോണ്ട സിറ്റി. മീറ്ററും ഹോണ്ട സിറ്റി. മീറ്റർ ജസ്റ്റ് ഷോ മാത്രമാണ്. അതിന്റെ അപ്പുറം അഡീഷണൽ മീറ്റർ നാനോന്റെ ഉണ്ട്. നമുക്കത് ഉള്ളിൽ കയറിയിട്ട് കാണാം. അപ്പൊ നമ്മൾ പുറമേയുള്ള എല്ലാം കണ്ടു. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം. ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കൂടി ക്ലോസ് ആയിട്ട് അടുത്ത് കാണിച്ചു തരാം. പിന്നെ അലോയ് ഈ രീതിയിൽ അലോയ് കൊടുത്തിട്ടുണ്ട്. 4 ഡിസ്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം അല്ലേ? ഇവിടെ അവന്റെ ഡോറിന്റെ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹിഡൻ ആയിട്ട് ഒരു മീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പഴയ മീറ്റർ നാനോന്റെ. അത് കാണൂല ഡോർ അടക്കുമ്പോൾ. പിന്നെ സീറ്റ് ഈ രീതിയിലാണ് സീറ്റ് വന്നിട്ട്. സ്പാർക്കോന്റെ ആണ് സീറ്റ് വന്നത്. സ്പാർക്കോന്റെ ഡിസൈൻ അല്ലേ നിങ്ങൾ? ഇത് കാണുമ്പോൾ ഞാൻ വാങ്ങിച്ചു വെച്ചാൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുമായിരിക്കും അല്ലേ? ഈ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വരുന്നത് ഹോണ്ട സിറ്റിയുടെ. മീറ്റർ കൊടുത്തു. ഇത് വർക്കിംഗ് ആണോ? അത് വർക്കിംഗ് ആണ്, പക്ഷെ ഓണാവുന്ന മാത്രം. ബാക്കി സ്പീഡും കാര്യങ്ങളൊന്നും ജസ്റ്റ് ഷോ മാത്രം. ഈ രീതിയിലാണ് കൊടുത്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറാം. ഉള്ളിൽ കയറിയിട്ട് എടുക്കാം വീഡിയോ. അപ്പോ ഇത് ഞാനിരിക്കുമ്പോ എനിക്ക് നല്ല രസമുണ്ട് കേട്ടോ ഇരിക്കാൻ. നമ്മളിതുവരെ സൂപ്പർ കാറിലൊന്നും ഇരുന്നില്ല, അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് പറയാറില്ല. പക്ഷെ എന്നാലും ആദ്യമായിട്ട് നമ്മളൊരു സൂപ്പർ കാർ മോഡലിൽ ഇരിക്കുന്നതാണ് ഇത്. സംഭവം സെറ്റാ. ഗിയർ നോബൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. പിന്നെ സ്റ്റിയറിംഗ് വീല്, പിന്നെ ഇരുത്തൊക്കെ പൊസിഷനൊക്കെ നല്ല സെറ്റാണ്. ഈ സീറ്റിന്റെ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഗിയർ നോബ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹോണ്ട സിറ്റിയുടെ ഡാഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ റെഡിന്റെ ഫിനിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. സീറ്റ് അടിപൊളി കേട്ടോ. സീറ്റിന്റെ കാര്യത്തിൽ ഇത് വാങ്ങിച്ചതല്ലാന്ന് പറയില്ല, അത്രക്കും ഫിനിഷിംഗ് ഉണ്ട്. ഞാൻ പുറത്ത് കണ്ടപ്പോൾ വാങ്ങിച്ച പോലെ തന്നെ തോന്നുന്നത്. പിന്നെ ഇവിടെയൊക്കെ ഫൈബർ ഗ്ലാസ് കൊടുത്തിട്ടില്ല അല്ലേ? ഇത് ഹെഡ്ലൈറ്റിന്റെ ഹൈറ്റ് അല്ല, അത് വെറുതെ ഷോ വെച്ചത്. വീഡിയോ സ്വിച്ച് ആണെന്നോ? അത് അതിന്റെ എഞ്ചിൻ സ്വിച്ച്. അത് ഇത് ഓൺ ആക്കിയിട്ടാണോ? ചാവി ഓണാവും. ഇത് ഓൺ ആക്കി മാത്രമേ ചാവി ഓണാവും. അപ്പൊ നമ്മൾ ഇതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടു. ഇനി ഓവറോൾ ഒന്ന് കാണിച്ചു തരാം. ഈ രീതിയിലാണ് ഇതിന്റെ മുന്നിൽ ലുക്ക് വരുന്നത്. ഹെഡ്ലൈറ്റിന്റെ DRL വരെ അതിൽ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതുപോലെ സീക്വൻഷ്യൽ ആയിട്ടുള്ള ഇത് വരുന്നുണ്ട്. DRL വരുന്നത്. ഓൺ ആയി കാണിച്ചു തരാം. ഇത് ഓൺ ആക്കും. അത് ഇൻഡിക്കേറ്റർ ഓണിലല്ലേ? DRL ഓൺ ആക്കോ? ഈ രീതിയിലാണ് DRL കൊടുത്തിട്ടുള്ളത്. സീക്വൻഷ്യൽ ആയിട്ടുള്ള ടൈപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബലാനോന്റെ ആണ് പ്രൊജക്ട് കൊടുത്തിട്ടുള്ളത്. നല്ല ബ്രൈറ്റ് ആയിട്ട്, നല്ല കളർ വെളിച്ചമുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടൊരു പ്രൊജക്ടറാണ് ഇത്. മുന്നിലേക്ക് വരുമ്പോൾ ഈ രീതിയിലാണ് ഇതിന്റെ ഇത് കൊടുത്തിട്ടുള്ളത്, ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് അവിടെ റെഡ് ആംബിയൻ ലൈറ്റ്. പിന്നെ ബാഡ്ജിങ് മാത്രം ലംബോർഗിനി അല്ല കൊടുത്തത്, ഒരു ട്രാൻസ്ഫോമേഴ്സിന്റെ രീതിയിലുള്ള ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെയുള്ള പെർഫെക്ഷൻ ഉണ്ടോ? ബില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. 17 ഇഞ്ച് വീലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടൊരു അലോയ് വീൽ വന്നിട്ടുണ്ട്. 4 ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കാണാൻ ഈ രീതിയിലാണ്. ഇനി മിറർ കാണിച്ചു തരാം. മിറർ ഈ രീതി കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെയുള്ളൊരു ഫിനിഷിങ്, അതായത് ഒരാൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണെന്ന് നമുക്കിത് പറയില്ല, അത്രക്കും ഭംഗിയുണ്ട് കാണാൻ വണ്ടി. ഈ ഒരു പോർഷൻ്റെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ എലമെന്റ്സ് പോലും മിസ്സാക്കിയിട്ടില്ല. പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഈ രീതിയിൽ വന്നിട്ടുണ്ട്. പാർക്ക് ലൈറ്റ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ട്രാൻസ്ഫോമേഴ്സിന്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ എക്സോസ്റ്റിന്റെ പൊസിഷൻ ഇവിടെയാണ് കൊടുത്തിട്ടുണ്ട്. നല്ല ലൗഡായിട്ടുള്ള എക്സോസ്റ്റ് ആണ്. പിന്നെ എഞ്ചിൻ ഈ ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് പിന്നിലേക്ക് നോക്കാൻ പാകത്തിനുള്ളൊരു സെറ്റപ്പാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. ഇത് തുറക്കാൻ പറ്റും. അതുപോലെ തന്നെ മുന്നിലും തുറക്കാൻ പറ്റും. കുറച്ചും കൂടി വർക്ക് ബാക്കിയുണ്ട്. ചെറിയൊരു എമർജൻസി, അതായത് ഇത് ലോഞ്ചിന്റെ ഭാഗമായിട്ട് കുറച്ച് വർക്കെല്ലാം പെൻഡിങ്ങും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഓവറോൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ആന്റിനൊക്കെ സെറ്റ് ചെയ്ത് കാണാൻ പറ്റും. പിന്നെ ഇത്രയാണ് ഇതിന്റെ ഓവറോൾ കാഴ്ച. അപ്പോൾ ഓവറോൾ എല്ലാം കണ്ടു. ഇനി ചോദിക്കുകയാണ് അടുത്ത പ്ലാൻ എന്താണ്? ഒരു നാനോ ഇവിടെ കിടക്കുന്നതാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് അടുത്ത നാനോ കാണുമ്പോൾ അടുത്ത പ്ലാൻ വേറെ വണ്ടി ഉണ്ടാക്കേണ്ട പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ നിലവിൽ ഇപ്പം വേറെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നോക്കാം ഇനി എന്തെങ്കിലും വരുന്നുണ്ടോ. ഫോട്ടോഷോപ്പിന് പോകാനുള്ള പ്ലാനിലാണോ? നിലവിൽ ഇപ്പൊ ഒരു ഷോ എന്നല്ല, സയൻസ് എക്സിബിഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. എവിടെയാ? ഈ ഇരിക്കൂർ
ഇരുട്ടി ഭാഗത്താണ്. ഇരുട്ടി ഭാഗത്ത്. അപ്പൊ അതാണുള്ളത്. പിന്നെ ഓവറോള് വേറെ ബാക്കിയുള്ള ഇതിന്റെ ചെയ്യാനുള്ള ഹെൽപ്പ് വീട്ടുകാരുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു തുടക്കം തൊട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഈ തുടങ്ങുമ്പോ ഈ ഒരു രീതിയിലേക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു? വിശ്വാസം, അതായത് നമ്മൾ തുടങ്ങുമ്പോ ഒന്നും വിചാരിച്ചു തുടങ്ങിയല്ല, പക്ഷെ ആയിക്കഴിഞ്ഞപ്പോ ഏകദേശം എല്ലാരും അറിയുന്ന ഹാപ്പി ആയി, സന്തോഷം. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടി കാണേണ്ടവർ പെർളശ്ശേരി വന്നാൽ മതി. പെർളശ്ശേരി തന്നെയാണ് 3 പേര് എന്ന സ്ഥലത്താണ് ഈ ഒരു വണ്ടി, ഇവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം. അതിൽ വണ്ടി ഉണ്ടാക്കി തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും റീലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങളൊക്കെ അതിൽ പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് ഉദ്ദേശിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അടിച്ചു പിടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.